ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ഇങ്ങനെ കൈക്കൂമ്പി കാണിച്ച് നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ കണ്ടവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. ലാലേട്ടൻ അവാർഡ് കിട്ടിയതും അതിന് അനുമോള് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് അവരെ ഒരു സ്വീറ്റ് മെമ്മറി അവിടെ ഓർമ്മ പങ്കിടുന്നതും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അനുമോള് ഇങ്ങനെ ചിരിച്ച് ലാലേട്ടനോട് വർത്തമാനം പറയുന്നത് നമ്മൾ കാണുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ റെയറാണ്. കാരണം എല്ലാ എപ്പിസോഡിലും ലാലേട്ട വന്നപ്പോൾ അനുമോൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറേ വഴക്ക് പറയും, അങ്ങനെ പോവും. ഞാനിന്നും വിചാരിക്കാറുണ്ട് ലാലേട്ട അനുമോളിനോട് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ ബിഗ് ബോസ് എല്ലാ എപ്പിസോഡ്സ് കാണുന്നതുകൊണ്ട് ഞാൻ അനുമോളുടെ ബിഗ് ഫാനാണ്. അനുമോള് മാത്രമല്ല കേട്ടോ, ആ വീട്ടിൽ അനീഷേട്ടനാണെങ്കിലും ഷാനോസ്ക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ ടോപ്പ് 5 ഉണ്ടാവണം. അതുപോലെ തന്നെ അനുമോൾ അല്ലെങ്കിൽ അനീഷേട്ടൻ കപ്പടിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അനുമോളെ ഓർമ്മകൾ ഇങ്ങനെ പങ്കിട്ടപ്പോൾ പറഞ്ഞു കാർത്തുമ്പിയാണെന്നും അതുപോലെ തന്നെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ പറയുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. ശരിക്കും ഭയങ്കര ഹാപ്പി ഉള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഷാനോസ്ക നോക്കുന്നതാണെങ്കിലും അനുമോളുടെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് പറഞ്ഞു. എന്താണെങ്കിലും ലാലേട്ടനുണ്ട് അനുമോള് ഫൈനലി പറയിച്ചു ഇങ്ങനെ ഐ ലവ് യു എന്ന്. ലാലേട്ടൻ അത് മനസ്സുകൊണ്ട് തന്നെ പറയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. നമ്മൾ ആദ്യമൊക്കെ അനുമോളിനെ ബിഗ് ബോസിൽ കാണുന്ന സമയത്ത് അനുമോൾ എന്നും കരച്ചിൽ, അനുമോള് കരഞ്ഞ് 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 ഒരു സൈഡാവുക. അതുപോലെ തന്നെ ഈ വീട്ടിൽ വന്നപ്പം എല്ലാവരും അനുമോളിനെ ഒത്തിരി സൈഡാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട്. കാരണം അനുമോൾ ഒരു സ്ട്രോങ് ഗെയിമറാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ പുറത്താക്കുക എന്നതാണ് അവിടെയുള്ള ഗെയിമറുടെ കളികളാണ്. പക്ഷെ അതിനൊന്നും നിൽക്കാതെ അനുമോൾ നല്ല സ്ട്രോങ് ആയി തന്നെ നിന്ന് കളിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ച് കരച്ചിലുണ്ട്, അത് ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചില ആൾക്കാർ കുറച്ച് സെൻസിറ്റീവാണ്, ചിലർക്ക് ഭയങ്കര ബോൾഡാണ്. അപ്പോൾ അനുമോള് സെൻസിറ്റീവ് ഉള്ള ആൾ ഇപ്പോൾ കുറച്ച് ബോൾഡായി വരുന്നു, ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നു. ഇപ്പോൾ കരച്ചിൽ കാർഡൊന്നും ഇറക്കാറില്ല, നല്ല സ്ട്രോങ് ആയി നിന്ന് കളിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഗെയിമറും കൂടിയാണ്. അതോ അല്ലാതെ കുക്കിങ്ങിലും പറയണ്ട, നല്ല രീതിയിൽ കുക്ക് ചെയ്യുമെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. മറ്റുള്ള ഗെയിമേഴ്സിനെ കമ്പയർ ചെയ്തപ്പോൾ അനുമോള് ഭയങ്കര സ്വീറ്റാണ് ഉള്ള, ഭയങ്കര ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നിയ കേട്ടോ. കാരണം പറയുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഭയങ്കര സത്യസന്ധതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഈ സീസണിൻ്റെ വിന്നറായിട്ട് അനുമോള് വരണം, അല്ലെങ്കിൽ അനീഷേട്ടൻ വിന്നറാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് ഇത്രയും നല്ല മനോഹരമായിട്ട് സംസാരിക്കുകയോ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഐ ലവ് യു എന്ന് പറയിക്കുകയും ചെയ്ത്. സോ അത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.